ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആഷിഖ് മുനീർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെഡ്മി നോട്ട് 5 പ്രോ MIUI 10ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ കാണാൻ എൻ്റെ ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് വേർഷൻ 8.1 MIUI 9.5 ആണ്. ഇത് ഞാൻ 10ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഈ MIUI 10ന് ഒരുപാട് പുതിയ പ്രത്യേകവും ഫീച്ചേഴ്സും ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് റെഡ്മി നോട്ട് 5 പ്രോയിൻ്റെ റോം, അതായത് സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്ന് സ്റ്റേബിൾ വേർഷൻ ഉണ്ടാവും, പിന്നെ ഒന്ന് ഡെവലപ്പർ റോം ഉണ്ടാവും. അപ്പോൾ ഡെവലപ്പർ റോമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. സ്റ്റേബിൾ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9.5 ആണ്, അതാണ് സ്റ്റേബിലിറ്റി ആയിട്ടുള്ളത്. ഡെവലപ്പർ റോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റേബിളായിട്ട് തന്നെ അതിൽ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡെവലപ്പർ റൂമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഡൗൺലോഡ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ വീണ്ടും തുറക്കുക. എന്നിട്ട് അതിൽ സിസ്റ്റം അപ്ഡേറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിന് മേലെ 3 ഡോട്ട്സ് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് അപ്ഡേറ്റ് പാക്കേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അലോ കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് ഓപ്പൺ ചെയ്യുക. അതിലുണ്ടാവും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ. സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡിക്രിപ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് 100 കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകാൻ തുടങ്ങുന്നതാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിലുള്ള സകല ഡാറ്റാസ് ഇറേസ് ആകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ബാക്കപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ടായിരിക്കണം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് ഇറേസ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇറേസ് ഡാറ്റ ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളതിന്മേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും. വീണ്ടും നമ്മൾ ഇറേസ് ആൻഡ് അപ്ഡേറ്റിന്മേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോൺ അപ്ഡേറ്റ് ആകാൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ഫോർമാറ്റ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ട് ഓപ്പൺ ആക്കുന്നത് പോലെ, അതായത് നമ്മൾ ഫോർമാറ്റ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം ഓപ്പൺ ആക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കും. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പുതിയ സോഫ്റ്റ്വെയറിൻ്റെ ലുക്ക്. അപ്പോൾ നമ്മളിതിൽ നോട്ടിഫിക്കേഷൻ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാം. അതിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് പുതിയ ആൻഡ്രോയിഡ് പിയിലേക്കുള്ള അതുപോലുള്ള ഒരു ഡിസൈനാണ് MIUI 10ലും കാണുന്നത്. അതായത് റൗണ്ട് ഷേപ്പിലുള്ള ഐക്കൺസും സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ടുള്ള ഡിസൈനാണ് പുതിയ MIUI 10ലുള്ളത്. അതേപോലെ തന്നെ സെറ്റിങ്സിൽ എബൌട്ട് ഫോണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാം നമുക്കിവിടെ MIUI വേർഷൻ 10 ആയിട്ടുണ്ടാവും. അതേമാതിരി വോളിയം സൈഡിൻ്റെ ഡിസൈനും മാറിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് MIUI 10ലുള്ള മേജറായിട്ടുള്ള ഡിസൈനിങ്ങിലുള്ള ചേഞ്ചസ്. അതേപോലെ തന്നെ നമുക്ക് താഴെയുള്ള ബട്ടൺസ് നമുക്ക് ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഫുൾ സ്ക്രീൻ ആക്കാം. അപ്പോൾ നമ്മളൊരു ആപ്പ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഫുൾ സ്ക്രീനിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അടിയിൽ അപ്പോഴും ഉണ്ടാവും അവിടെ 3 നാവിഗേഷൻ ബട്ടൺസ് ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ട്രിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് നിങ്ങൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സിലുണ്ടാവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വലത്ത് സൈഡിലുണ്ട് ഫുൾ സ്ക്രീൻ ജസ്റ്റേഴ്സ്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നോട്ട് നൗ കൊടുക്കുക. ഫുൾ സ്ക്രീൻ മോഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ആപ്സ് ഉണ്ടാവും. ആ ആപ്സൊക്കെ നമ്മൾ ഫുൾ സ്ക്രീന് വേണ്ടി ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴായിരിക്കും ആപ്സൊക്കെ ഫുൾ സ്ക്രീനായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ഓരോ ആപ്സ് ഓരോ ജസ്റ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അത് താഴത്തുനിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് എത്തും. അതായത് നമ്മൾ ഐഫോണിൻ്റെ ഒക്കെ അതേ ജസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഐഫോണിൽ അതേപോലെ തന്നെ താഴെ നിന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ റീസെൻ്റ് ഓപ്പൺ ആവും. കണ്ടില്ല, ഇതാണ് നമ്മൾ പുതിയ
MIUI 10 റീസെൻറ്റിൻ്റെ ഡിസൈൻ. ഓക്കെ ഇനി അതുപോലെ ബാക്ക് ബട്ടൺ എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഐഫോണിലൊക്കെ പോലെ തന്നെ സൈഡിൽ നിന്ന് ബാക്കോട്ട് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ട് പോകുന്നതാണ്. പക്ഷേ ഇതിൽ ഞാൻ വേറൊരു ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവും നമുക്ക് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ പോകുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് പുതിയ MIUI 10 അപ്ഡേറ്റ്സ്. ഇനി വേറെ ഒരുപാട് ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് UI കാണാനുള്ള ചേഞ്ചസ് ഇതൊക്കെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ചാനൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.